ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പൊ ദേ ഞാൻ ജോലിക്ക് പോണ മുമ്പ് ചപ്പാത്തി റെഡിമെയ്ഡ് ഹാഫ് കുക്കിങ്ങിന്റെ ചപ്പാത്തിയായിട്ടാ വാങ്ങിച്ചേക്കണേ. കാരണം പെട്ടെന്ന് റെഡി ആക്കിയിട്ട് അല്പം എനിക്ക് ജോലിക്ക് പോകാലോ. അപ്പൊ ചെറുപയർ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിക്കയും പിന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അല്പം ചപ്പാത്തി ചുട്ടെടുക്കട്ടെ. അപ്പൊ അലക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അലക്കി ഊരി ഉണക്കി മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മോൻ വിരിച്ചിട്ടോളും. അപ്പൊ സ്കൂളില്ലാത്ത കാരണം അതൊരു സഹായമാണ് കേട്ടോ. അപ്പൊ ദേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ജോലിക്ക് വന്ന്. അപ്പൊ ഞാൻ കടന്റെ മുമ്പിൽ നിന്ന് റോഡിലെ ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടാ. കടന്റെ ഉള്ളിലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ അതേ 1 മണിയായപ്പോ ഞാൻ ദേ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണേണ്. അപ്പൊ പോകുമ്പോ ഇക്ക ഉണ്ടാക്കി തരും, വരുമ്പോ ഞാൻ നടന്നാട്ട് വന്നത്. നല്ല വെയിലാണ് ട്ടാ. കൊട കൊണ്ടുപോയെങ്കിലും നല്ല വെയിലാണ് നടന്നു വരാൻ. കണ്ട, നല്ല വെയിലാണ്. നടന്നു വരുമ്പോഴത്തേക്കും തളരും. അപ്പൊ കുറച്ചു നേരം ഞാൻ ഇരുന്നിട്ട് പിന്നെ ചോറ് കഴിച്ചതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചു വരാലോന്ന് ഓർത്ത്. അപ്പൊ അതേ ബേക്കില് കുറച്ച് ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ട് ട്ടോ. അപ്പൊ അത് കാരണം അതൊക്കെ നീ എടുത്തോക്ക്, നമുക്കത് കൊടുത്തിട്ട് ചെറിയ കുക്കർ മേടിക്കാന്ന് പറഞ്ഞിട്ട്. ഈ കുക്കറൊക്കെ കംപ്ലൈന്റ് ആണ് കേട്ടോ. വിസലൊന്നും വരൂല, വെറുതെ ഇങ്ങനെ തിളച്ചു പോവും, കലമൊക്കെ ചോരും. അപ്പൊ അതൊക്കെ കൊടുത്തിട്ട് നല്ലൊരു ചെറിയൊരു കുക്കർ മേടിക്കാലോന്ന് ഓർത്ത്. അപ്പൊ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഈ സൈഡില് ബാക്ക് വശത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആവശ്യത്തിന് മാത്രം അകത്തേക്ക് എടുത്താൽ മതി. ചെറിയ അടുക്കളയാണല്ലോ. ഇന്നലെ ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു ട്ടോ. മഴക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോ നല്ല വെയില് കണ്ടാ. അപ്പൊ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആകാലോന്ന് ഓർത്തിട്ടാ. ഭയങ്കര ചൂടല്ലേ. അപ്പൊ എത്ര മേലെ കഴുകിയാലും കുളിച്ചാലും ഒന്നും മതിയാവൂല. അപ്പൊ ചില ദിവസങ്ങളിൽ മോന് അടിച്ചു വാരി ഇടൂട്ടാ. പിന്നെ ചിലപ്പോ ഒന്നും ചെയ്യൂല, ഗെയിമും കളിച്ചോണ്ടിരിക്കും. പിന്നെ ഞാൻ ഓർക്കും വെക്കേഷൻ അല്ലേ, പിന്നെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കുറെ പഠിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറയാറില്ല ട്ടാ. അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ കൂട്ടുകാര്. പിന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ കൂട്ടുകാര്, ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ. അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ കമന്റ് ഒക്കെ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമന്റ് ഇടണേ. നിങ്ങൾക്ക് ഇഷ്ടമായാലും അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ അപ്പൊ എന്നാലല്ലേ എനിക്ക് ഈ വീഡിയോ ഒക്കെ ഇടാനായിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അല്ല പിന്നെ മടിയാകും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ വീട്ടില് ഉള്ള വിശേഷങ്ങളൊക്കെ തന്നെ ഇടാലോന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ ഇടണത്. അപ്പൊ നിങ്ങക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണം കേട്ടാ. അപ്പൊ അത് അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ പുറം ഭാഗം കൂടി അടിക്കണം കേട്ടാ. അപ്പൊ ഇടയ്ക്ക് അവിടെ കഴുകിയിടണ കാരണം പിന്നെ വലിയ അഴുക്കൊന്നും ഇല്ല. അകത്തോ അതെ, കുഞ്ഞു പിള്ളേരൊന്നും ഇല്ലാതെ കാരണം വലിയ അഴുക്കൊന്നും ഇല്ലാണ്ട്. പിന്നെ ഈ ചൂലിന്റെ ആ ഇത് നാരില്ലേ, അതാണ് കൂടുതൽ. ഇവിടെയും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട ജോലി കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരത്തേക്കുള്ളത് ഉണ്ടാക്കണം. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താണ്ട് ട്ടോ. അപ്പൊ കുറെ പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും, എന്നാലും ഞാനത് ആദ്യമായിട്ടാണ് ട്ടോ ഉണ്ടാക്കണം. കാരണം ഞാൻ വേറൊരു വീഡിയോ കണ്ടതാണ്. അപ്പൊ എന്റെ മോനിക്ക് റാഗി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ റാഗി പാലിൽ കുറുക്കി കൊടുക്കലാണ് വൈകുന്നേരം. അത് അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് വേറെയാണ്, റാഗിന്റെ തന്നെ വേറൊരു ഐറ്റം ഉണ്ടാ. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കണത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ ആദ്യം ഇവിടെ ഒന്ന് അടിച്ചാരി ഇടട്ടെ ട്ടോ. അപ്പൊ നല്ല കാറ്റുള്ള കാരണം അടിച്ചു വരുമ്പോ പിന്നെയും ഇങ്ങോട്ട് തന്നെ പോരൂന്നേ. അപ്പൊ പിന്നെ ഞാൻ ഇപ്പം തന്നെ അടിച്ച് എളുപ്പം അങ്ങോട്ട് കളയാലോന്ന് ഓർത്തിട്ടാ. അപ്പൊ ദേ കണ്ട, നല്ല കാറ്റാണ്. അടിച്ചു വരുമ്പോ പിന്നെ അടിച്ചു വാരി എടുത്ത് തന്നെ ചവറ് പിന്നെയും വരൂന്നേ. അപ്പൊ ദേ നമ്മളെ ഗപ്പി മൂന്ന് ഗപ്പി ഗർഭിണിയാണ് ട്ടാ, പ്രസവിക്കാനായിട്ടുണ്ട്. അപ്പൊ നല്ല പൊടി കുഞ്ഞുങ്ങൾ വരുമ്പോ ഞാൻ കാണിച്ചു തരാം ട്ടാ. അപ്പൊ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാനായിട്ട് തേങ്ങ വേണം. അപ്പൊ തേങ്ങ പൊട്ടിച്ചിട്ടാണെങ്കിൽ പൊട്ടണൂല, ഭയങ്കര മുറുക്ക്. അപ്പൊ പിന്നെ മോനെ കൊണ്ട് പൊട്ടിപ്പിച്ചിട്ടാ. കാരണം എനിക്ക് കൈവേദന അല്ല, ആദ്യമായിട്ട് അടിക്കാൻ പറ്റൂല, ഭയങ്കര കട്ടി ഇപ്പൊ തേങ്ങന്റെ ചിരട്ടക്ക്. അപ്പൊ എങ്ങനെയാലും പൊട്ടിച്ചെടുത്തിട്ടാ. അപ്പൊ അതിലുള്ള വെള്ളം കുടിക്കാലോന്ന് ഓർത്ത്. കുറച്ചുണ്ടായുള്ളൂ. ചില തേങ്ങകളിൽ നിറച്ചും വെള്ളം ഉണ്ടാവും, അതിൽ കുറച്ചുണ്ടായുള്ളൂ. പിന്നെ കളയണ്ടാലോന്ന് ഓർത്തിട്ട് കുടിക്കാലോന്ന് ഓർത്തിട്ട്. അപ്പൊ മോനിക്ക് വേണോന്ന് ചോദിച്ചപ്പോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ തന്നെ കുടിച്ച്. അപ്പൊ അതേ നമ്മളെ റാഗിന്റെ സ്റ്റിക്കാണ് ട്ടാ. റാഗി സ്റ്റിക്ക് വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ടാണ് ട്ടാ. അപ്പൊ നമുക്ക് ഇങ്ങനെ പീച്ചണ്ട, ഇങ്ങനെ ഇടിയപ്പം പീച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പൊ അതെ റാഗി സ്റ്റിക്ക് ഇക്ക വാങ്ങിച്ചു തന്നിട്ടുണ്ടായിട്ടാ. അപ്പൊ അത് കുറച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കണം. അപ്പൊ അതിലെ ഇതും പോവുകയും ചെയ്യും, അത് കുതിരുകയും ചെയ്യും. അപ്പൊ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും.
അപ്പൊ ഇതില് നല്ലോണം വെള്ളം ഊറ്റി കളയണം ട്ടാ. അല്ലെങ്കി ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ വെറുതെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയത്. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ട്ടാ. അപ്പൊ ഇടിയപ്പത്തിന് മുകളില് തേങ്ങ ഇടണതിന് ഇടും. അതല്ലാണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്യണ്ട ട്ടാ. അപ്പൊ ഒന്നും കൂടി നല്ല ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയാണ് ട്ടാ. അപ്പൊ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടിയപ്പച്ചെമ്പിന്റെ തട്ടിലേക്ക് വെച്ചെടുക്കാം. അപ്പൊ ഇടിയപ്പച്ചെമ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കണേ ട്ടാ. അപ്പൊ അല്പം തന്നെ അതിലേക്ക് ഇട്ടാൽ മതി. അപ്പൊ ദേ തട്ടില് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ നനച്ച റാഗി സ്റ്റിക്ക് ഇട്ടുകൊടുക്കാം. അപ്പൊ ഇടിയപ്പം മാത്രമല്ല ട്ടോ, പുട്ടും ഉണ്ടാക്കാട്ടോ. പുട്ട് വേണേല് അത് തേങ്ങ ഇട്ടിട്ട് ഓരോ ഈ നനച്ച സ്റ്റിക്ക് ഇട്ടെടുത്തിട്ട് കുറച്ച് തേങ്ങ അങ്ങനെ ഇട്ടിട്ടും പുട്ടും ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാലോന്ന് ഓർത്തിട്ടാണ് ട്ടോ ഉണ്ടാക്കണത്. അപ്പൊ ഇത് നമുക്ക് ഇനി ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിക്കണം. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്ടാ. ടേസ്റ്റ് അറിയാലോ. അപ്പൊ ഇവിടെ നമ്മള് റാഗി പൗഡർ പാലിൽ കുറുക്കിയിട്ട് കഴിക്കാറുണ്ട് ട്ടാ. കുഞ്ഞു കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പൊ ഇത് വെറൈറ്റി ആയിട്ട് ഇതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലോന്ന് ഓർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ ട്ടാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഞാൻ വീണ്ടും വീണ്ടും പറയണ കേട്ടോ, ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പൊ ഞാൻ 2 തട്ടിലാണ് ട്ടോ ഉണ്ടാക്കണത്. 8 അല്ല 9 എണ്ണം. ഒരെണ്ണത്തിൽ 5 ഇതുണ്ട്. അപ്പൊ 9 ഇടിയപ്പം ഞാൻ ഉണ്ടാക്കണത് ട്ടാ. അപ്പൊ 20 മിനിറ്റ് ഒന്ന് നമുക്ക് ആവി കയറ്റാൻ വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കൂട്ടുകാര്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമ്മളതേ റാഗി സ്റ്റിക്ക് ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.